ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കരിയർ പ്ലാനിങ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടത്. അതിൻ്റെ ലിമിറ്റേഷൻസ് അടക്കം കഴിഞ്ഞു. ഇന്ന് നമുക്ക് കരിയർ ഡെവലപ്മെൻറ്റ്, ദിസ് ഈസ് ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ മൊഡ്യൂൾ 4. ഓക്കെ, കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെയിൻ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അവിടെ നമുക്ക് ഒരു കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കരിയർ പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ടോ അതിനെ വിളിക്കുന്നതാണ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്സ് ദാറ്റ് എ പേഴ്സൺ അണ്ടർടേക്സ് ടു അച്ചീവ് ഹിസ് പേഴ്സണൽ കരിയർ പ്ലാൻ. മെയിനായിട്ട് ഒരു വ്യക്തിയുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന 3 മെയിൻ ഹീറോസ് ആണുള്ളത്. ഒന്ന് എംപ്ലോയി, പിന്നൊന്ന് ഓർഗനൈസേഷൻ, പിന്നൊന്ന് മാനേജർ. അപ്പോൾ കരിയർ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ഓൺ ന്യൂ സ്കിൽസ്, moving to higher job responsibility, making a career change within the same organization, moving to a different organization or starting one's own business. സ്വന്തമായിട്ട് എൻ്റെ ഹയർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക, പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുക, കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റിയുള്ള മറ്റൊരു കമ്പനിയിലേക്ക് മാറുക, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുക. ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടേമിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിനൊരു പിക്ചറൈസേഷൻ തരാം ഞാനായിട്ട്. സെൽഫ് അസസ്മെൻറ്റ്, കരിയർ അവെയർനെസ്, ഗോൾ സെറ്റിംഗ്, സ്കിൽ ട്രെയിനിങ്, പെർഫോമിങ്. ഇതെല്ലാം കരിയർ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഡിഫറെൻ്റ് കോൺസെപ്റ്റുകളാണ്. സെൽഫ് അസസ്മെൻ്റ് അടുത്ത കരിയർ അവെയർനെസ് ഉണ്ടായിരിക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, സ്കില്ല് ട്രെയിനിങ് നടത്തുക, പെർഫോമിങ് ചെയ്യുക. ഒരു 3 ഡെഫിനേഷനാണ് കരിയർ ഡെവലപ്മെൻറ്റിന് തരാൻ പോണത്. അതിലേതെങ്കിലും 2 നന്നായി പഠിച്ചേക്കുക. അക്കോർഡിംഗ് ടു സ്കേളർ, ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ടു ഐഡൻറ്റിഫൈ ദ ഇൻഡിവിജ്വൽ നീഡ്സ്, എബിലിറ്റീസ് ആൻഡ് ഗോൾസ് ആൻഡ് ഓർഗനൈസേഷൻസ് ജോബ് ഡിമാൻഡ്സ് ആൻഡ് ജോബ് റിവാർഡ്സ്, ആൻഡ് ദെൻ ത്രൂ വെൽ ഡിസൈൻഡ് പ്രോഗ്രാംസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ് മാച്ചിങ് എബിലിറ്റീസ് വിത്ത് ഡിമാൻഡ്സ് ആൻഡ് റിവാർഡ്സ്. എളുപ്പമാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ നീഡ്, എബിലിറ്റി, ഗോള് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതോടൊപ്പം ഓർഗനൈസേഷൻ്റെ ജോബ് റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കുക, ജോബ് റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയും ഓർഗനൈസേഷൻ്റെ റിവാർഡ്സും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. മാച്ച് ചെയ്യുക. ഈ മാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ബൈ മാൻസ്ഫീൽഡ്. കരിയർ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് personal experience, concept and publicly observable aspect of career interact to perceptible each successive stage of occupational statuses. ഓരോ ഒക്യുപ്പേഷന്, നമ്മുടെ ജോലിയുടെ ഓരോ സ്റ്റാറ്റസിലും, ഓരോ സ്റ്റാറ്റസ് കിടക്കുന്നവർ അതിൻ്റെ ഓരോ സ്റ്റേജ് കിടക്കുമ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ, കോൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ഓരോ ആസ്പെക്റ്റിനെയും നമ്മൾ എങ്ങനെയാണ് അത് ഇൻട്രാക്റ്റ് ചെയ്യണേ എന്ന് കാണിക്കുന്ന പ്രോസസ്സാണ് കരിയർ ഡെവലപ്മെൻ്റ് എന്ന്. മൂന്നാമത്തെ മിഡിൽ മിസ്റ്റ് ഹിൽ ആൻഡ് ഗിയർ. It is a process of planning the series of possible jobs one may hold in an organization over time, and development strategies designed to provide necessary job skills as the opportunities arise. നമ്മൾ എന്തൊക്കെ ജോബ്സ്, പോസിബിൾ ജോബ്സ് ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പറയുന്നതാണ് കരിയർ ഡെവലപ്മെൻറ്റ്. എന്തൊക്കെ പോസിബിൾ ജോബ്സ് നമുക്കൊരു ഓർഗനൈസേഷനിൽ ചെയ്യാൻ സാധിക്കും, ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അതിനുള്ള എന്തൊക്കെ ജോബ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് അക്വയർ ചെയ്യുക, നമ്മുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ നടത്താൻ പറ്റുമോ നടത്തുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ഇപ്പോൾ കരിയർ ഡെവലപ്മെൻറ്റ്. മനസ്സിലായോ? ഇനി അതാണ് ഡെഫിനിഷൻ.
ഇനി നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. എന്തിനു വേണ്ടി? അപ്പോൾ കരിയർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് തന്നെ എഴുതിയാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഒന്ന്, സെൽഫ് അവെയർനെസ്. ദാറ്റ് മീൻസ് ദ എംപ്ലോയി മേ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഇൻ ഓർഡർ ടു അപ്ലൈ ദെയർ സ്കിൽസ്. ഓരോ എംപ്ലോയിക്ക് അവരുടെ സെൽഫ് അവെയർനെസ് ഉണ്ട്, സ്ട്രെങ്ത് വീക്ക്നെസ് അറിയാം. 2, ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി മീൻസ് ദ ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ചേഞ്ചിങ് വർക്ക് പ്ലേസ് മാറുന്നതിനനുസരിച്ച് എംപ്ലോയിക്ക് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി. പിന്നെ 3, എഡ്യൂക്കേഷൻ. ഇത് ആക്സസ് ടു ഇൻഫർമേഷൻ അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓപ്ഷൻസ് ഫോർ സ്കിൽ ട്രെയിനിങ്. എന്തൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇനി അതിന് എന്തൊക്കെ എഡ്യൂക്കേഷനോ സ്കില്ലോ വേണോ അതിനുള്ള ട്രെയിനിങ് എടുക്കുക. 4ാമത്തെ ഒബ്ജക്റ്റീവ്, സെൻസിറ്റിവിറ്റി ടു ഡൈവേഴ്സിറ്റി. ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ വാല്യൂസ് ഓഫ് ഡൈവേഴ്സ് വർക്ക് ഹാബിറ്റ്സ് ആൻഡ് വ്യൂസ്. ഒരു ഓർഗനൈസേഷനിലുള്ള എന്തൊക്കെ ഹാബിറ്റ്സ് ഉണ്ടോ വാല്യൂസ് ഉണ്ടോ അതിനെല്ലാം ഉണ്ടാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കുക. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് ഓൾ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കരിയർ പ്ലാനിങ്. കേട്ടോ, നമ്മൾ റിപ്പീറ്റിംഗ് ആണ്. കരിയർ പ്ലാനിങ് പറഞ്ഞ ഒബ്ജക്റ്റീവ് തന്നെ നമുക്കിവിടെ എഴുതാം. അതേപോലെ സ്റ്റെപ്സിലും നെക്സ്റ്റ് എന്താണ് വരുന്നത്, സ്റ്റെപ്സ് ഇൻ കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ്. മെയിനായിട്ട് 3 സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമ്മൾ പറയണേ. ഫസ്റ്റ്, സെൽഫ് അസസ്മെൻറ്റ്. സെക്കൻഡ്, കരിയർ പ്ലാനിങ്. തേർഡ്, ജോബ് സെർച്ച് റിസോഴ്സസ്. അവിടെ നമുക്ക് ആദ്യത്തെ 2 ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്, സെൽഫ് അസസ്മെൻറ്റും കരിയർ പ്ലാനിങ്ങും. നമുക്ക് ജോബ് സെർച്ച് റിസോഴ്സ് എന്താ? വൺസ് എ പേഴ്സൺ ഹാസ് ഗാതേർഡ് ഇൻഫർമേഷൻ ആൻഡ് ചൂസൺ എ കരിയർ ഡയറക്ഷൻ, it is time for third step of the career development process, that is job search resources. The individual career plan usually has 2 parts, activity and timeliness. First, write down the objectives of the career, then list the activities that must be undertaken to achieve these goals. അതായത് ജോബ് സെർച്ച് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേജും കഴിഞ്ഞിട്ട് ലാസ്റ്റ് 3rd സ്റ്റേജാണ് ജോബ് സെർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിവിജ്വലിൻ്റെ കരിയർ പ്ലാനിങ്ങിന് 2 വശങ്ങളുണ്ട്, ഒന്ന് ടൈംലിനെസ്സും ഒന്ന് ആക്ടിവിറ്റീസും. ഏറ്റവും ആദ്യം നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കരിയറിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടത് ലിസ്റ്റ് ഔട്ട് ദ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി അണ്ടർടേക്കൺ ടു അച്ചീവ് ദീസ് ഗോൾസ്. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണോ ആ ആക്ടിവിറ്റീസിനെ ലിസ്റ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ കരിയർ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൽ പറയണത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ സെഷൻ, ബെനഫിറ്റ്സ് ഓർ യൂസസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ് ഓർ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് അത് എക്സ്പ്ലനേഷൻ വേണ്ട, മിസ് ഫെയർ നോട്ട് തരാം, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. പലവട്ടം പറഞ്ഞു കഴിഞ്ഞ പോയിൻ്റ് റിപ്പീറ്റ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ്, റെഡ്യൂസ് ടേൺ ഓവർ ഓഫ് എംപ്ലോയി. ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ കരിയറിന് ഡെവലപ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ ഞാനവിടെ എന്ത് ചെയ്യില്ല, ടേൺ ഓവർ ഉണ്ടാവില്ല അല്ലേ, അവിടെ നിന്ന് പിരിഞ്ഞു പോകൽ കുറയും. അവിടെ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി വെരി ഹൈ. സെക്കൻഡ് വൺ, പ്രൊവൈഡ്സ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെൻറ്റ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എയിംസ് ടു ഇംപ്രൂവ് ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ. അവരുടെ പ്രത്യേക കഴിവിനെയും എബിലിറ്റിനെയും അനുസരിച്ച് ഓരോ ഇൻഡിവിജ്വലിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് കരിയർ ഡെവലപ്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ കണ്ടുവരുന്നത് നല്ല കഴിവുള്ളവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരും, കഴിവില്ലാത്തവരെ അടിപ്പോ. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, എല്ലാവർക്കും ഈക്വൽ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. 3, ഇംപ്രൂവ്സ് ദ യൂസ് ഓഫ് എംപ്ലോയീസ്. മാനേജേഴ്സിന് അറിയാം ഓരോ എംപ്ലോയിയുടെ സ്കില്ല് എബിലിറ്റി എന്താണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ അവരെ മാക്സിമം അവരുടെ ടാലൻറ്റിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ലൈഫ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയിയുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അവർക്ക് ബെറ്റർ മെത്തേഡ്സ് ഓഫ് വർക്കിംഗ് അറിയാം, വർക്ക് എത്തിക്സ് എന്താണെന്നറിയാം, പുതിയ സ്കില്ലുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് വിൽ ബി ഇംപ്രൂവ്ഡ്. ലാസ്റ്റ് വൺ, ഇംപ്രൂവ്സ് ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. ലാസ്റ്റ് വൺ അല്ല, 5th വൺ. അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു, വർക്ക് ലൈഫ് കൂടുന്നു, ക്വാളിറ്റി കൂടുന്നു, അങ്ങനെ ഓവറോൾ ഓർഗനൈസേഷൻ വിൽ ബി ഇംപ്രൂവ്ഡ്. ദ ലാസ്റ്റ് വൺ, ഇൻക്രീസസ് ദ സ്കിൽ ഓഫ് ദ എംപ്ലോയി. കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ എംപ്ലോയീസിന് പുതിയ സ്കില്ലിൻ്റെ ട്രെയിനിങ്ങൊക്കെ കിട്ടും. അങ്ങനെ ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരുടെ വർക്കേഴ്സ് ലൈഫിൻ്റെ ഓരോ ഫേസറ്റിലും ഓരോ സ്റ്റേജിലുള്ള സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എംപ്ലോയിക്ക് സാധിക്കും. സോ ദിസ് ഈസ് എ കരിയർ പ്ലാനിങ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ്. ഇനി
ദിസ് ഈസ് എൻഡ് ഓഫ് ദി 4th മൊഡ്യൂൾ. സോ ഇത്തിരി ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. 3rd ഉം 4ഉം നമുക്ക് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ചോദിക്കുക.